ബലമാകുന്നു. തൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു. തൻ മുഖത്തിൻ പ്രകാശം എത്ര മധുരം. നല്ലൊരവകാശം എന്റേതു നിശ്ചയം. എന്റെ യേശു എന്റെ സംഗീതം, അവനാണ് എൻ്റെ ബലം. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ ബലം. യേശുവേ, എൻ്റെ ഓട്ടത്തിൻ്റെ അവസാനം എനിക്കായി നൽകുന്നൊരു ജീവന്റെ കിരീടം അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം അത് എത്രത്തോളം മധുരമാണ്. എനിക്ക് വേണ്ടി തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് സാധാ ഒരു മനുഷ്യനായി, ഏറ്റവും കുറഞ്ഞവനായി, താന്നവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒരു നിശ്ചയമുള്ളൊരു അവകാശം തരുവാൻ, എനിക്ക് ഉറപ്പുള്ള ഒരു അവകാശം തരുവാൻ അവിടുന്ന് എന്നെ ബലപ്പെടുത്തി, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. എത്ര പേർക്ക് ഒരു ബോധ്യമുണ്ട്, കർത്താവേ, നിന്റെ മുഖത്തിന്റെ പ്രകാശം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിന് മേൽ വരെ വ്യാപരിക്കട്ടെ. കർത്താവായ യേശുവേ, നിന്റെ സംഗീതം എനിക്കൊരു ബലമാകുവാൻ, നിന്റെ ജീവന്റെ കിരീടം എനിക്ക് നൽകപ്പെടുവാൻ, എനിക്കത് അവകാശമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നമ്മുടെ എല്ലാ പാപക്കറകളും എല്ലാ അകൃത്യങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ പാപിയാണ്, നിന്റെ ജീവന്റെ കിരീടം പ്രാപിക്കാൻ യാതൊരുവിധ അവകാശവുമില്ല. എന്നാൽ എൻ്റെ യേശു കാൽവരിയിൽ ക്രൂശിതനായതിൻ്റെ യോഗ്യതയാൽ എനിക്കായി നൽകുന്ന ഒരു ജീവന്റെ കിരീടം എനിക്ക് ഉറപ്പ് നൽകുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ണുകളെ കടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാം ആരാധിക്കാം. കർത്താവേ, നിന്റെ ജീവന്റെ കിരീടം എനിക്ക് നൽകണമേ. എൻ്റെ ഫലമായി നിന്നെ പിടിച്ചു നിൽക്കുവാൻ, നിന്നെ ചേർത്ത് നിർത്തുവാൻ, കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചു നടക്കുവാൻ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. എത്ര പേര് ഒരുക്കമായി യേശുവിൻ്റെ കരത്തിൽ പിടിച്ചു നടക്കാൻ? ഒറ്റയ്ക്ക് നടന്നപ്പോൾ വീണവരാ നമ്മളൊക്കെ. ഒറ്റയ്ക്ക് നടന്നപ്പോൾ കുഞ്ഞുങ്ങൾ വീഴുന്നത് പോലെ വഴിതെറ്റിപ്പോയവരാ നമ്മളെല്ലാം. ആ യേശുവിൻ്റെ കരത്തിൽ പിടിച്ച്, കർത്താവേ, നിന്റെ കരം പിടിച്ച് എനിക്ക് നടക്കണം എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാട്ടിനോടൊപ്പം ചേർന്ന് ആരാധിക്കാം. യേശുവൻ സംഗീതം എൻ ബലമാകുന്നു. തൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു. തൻ മുഖത്തിൻ പ്രകാശം എത്ര മധുരം. നല്ലൊരവകാശം എന്റേതു നിശ്ചയം. യേശുവൻ സംഗീതം എൻ ബലമാകുന്നു. തൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു. തൻ മുഖത്തിൻ പ്രകാശം എത്ര മധുരം. നല്ലൊരവകാശം എന്റേതു നിശ്ചയം. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? ദൈവത്തിന്റെ ആ അവകാശം, യേശു നൽകുന്ന ആ അവകാശം എനിക്ക് നിശ്ചയമാണ്. എൻ്റെ കയ്യിൽ നിന്നും അത് ആർക്കും തട്ടിപ്പറിച്ചെടുക്കാനാകത്തില്ല, ആർക്കും അത് മോഷ്ടിക്കാനാകത്തില്ല. അത് കള്ളന്മാർക്കോ ഈ ലോകത്തിന്റെ മനുഷ്യനോ ഏതെങ്കിലും ഒരു അവകാശിക്കോ അധികാരത്തിനോ
തട്ടിയെടുക്കാൻ കഴിയാത്തൊരു അവകാശം. ആ അവകാശമായി യേശു എനിക്ക് നൽകിയത്. ക്രൂശിൽ എനിക്ക് നൽകിയ ആ അവകാശം, യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശിൽ അവന്റെ ശരീരം എനിക്ക് വേണ്ടി പീഡകൾക്ക് വിട്ടുകൊടുത്ത് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഏറ്റവും എളിയവനായി ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് വേണ്ടി നൽകിയ ആ അവകാശം, അതാണ് എൻ്റെ ബലം. എൻ്റെ യേശുവാണ് എൻ്റെ ബലം. എനിക്ക് വിപരീതമായി നിന്ന എല്ലാ കയ്യെഴുത്തുകളും, എനിക്കെതിരായി നിന്ന എല്ലാ പാപത്തിന്റെ കറകൾ, എനിക്കെതിരായി നിന്ന ശാപത്തിന്റെ കറകൾ, എനിക്കെതിരായി നിന്ന പാപത്തിന്റെ ശമ്പളം മരണമെന്ന് എഴുതിയ എല്ലാ കയ്യെഴുത്തുകളും അവൻ എന്നിൽ നിന്നും മായ്ച്ചു. ആ കയ്യെഴുത്തിന്റെ ശാപത്തെ അവൻ എന്നിൽ നിന്നും മായ്ച്ച് എന്നെ യോഗ്യനാക്കി, എന്നെ ബലമുള്ളവനാക്കി, ദൈവ പൈതലാക്കി എന്നെ മാറ്റി. സംഗീതം എൻ ബലമാകുന്നു, എനിക്കു വിപരീതം ആയ കയ്യെഴുത്ത് തൻ ക്രൂശിൻ തീരൂരക്തം മായിച്ചു കളഞ്ഞു. ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? എനിക്ക് എതിരായി നിന്ന, എനിക്ക് വിപരീതമായി നിന്ന എല്ലാ കയ്യെഴുത്തുകളും, ആ പഴയ നിയമങ്ങൾ, ആ ലിഖിത നിയമങ്ങൾ, അവൻ എനിക്ക് ശാപമായി മാറിയ ലിഖിത നിയമങ്ങളെ പരസ്യമായി അവഹേളന പാത്രമാക്കി മാറ്റി. അതെന്നിൽ നിന്നും അകറ്റി. എന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം എന്നിൽ നിന്നും മാറ്റി. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ മുള്ളെവിടെ? ഇതാ മരണം തോറ്റു പിന്മാറിയിരിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് മരണമില്ല, എൻ്റെ യേശുവിനോടുകൂടെ ആയിരിക്കുന്നതാണ് എനിക്ക് ശ്രേഷ്ഠം? എത്ര പേർക്ക് ഈ ഒരു ഉറപ്പുണ്ട്? അപ്പോസ്തലനായ പത്രോസും പൗലോസും പറഞ്ഞതുപോലെ മരണം എനിക്ക് നേട്ടമാണ്. ഈ ലോകത്തിന്റെ ജീവിതം കഷ്ടങ്ങളായാലും ദുഃഖങ്ങളായാലും ഏതൊക്കെ ദുരിതങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് മരണം നേട്ടമാണ്. കാരണം ഈ ശരീരത്തിൽ നിന്നുള്ള വേർപാട് എൻ്റെ യേശുവിനോട് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ യേശുവിനോട് അകലെയാണ്, എന്നാൽ ഞാൻ മരിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേർപെട്ട് എൻ്റെ നേട്ടമാകുന്ന ഈ ഭൂമിയിലെ വേർപാട് എൻ്റെ യേശുവിനോടുള്ള എൻ്റെ നേട്ടമായി മാറുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, കർത്താവേ, നിന്നിലേക്ക് ചേരുവാൻ ഞാൻ കൊതിക്കുന്നു, നിന്നോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ കൊതിക്കുന്നു. കാരണം എനിക്ക് വിപരീതമായി നിന്ന സകല ശാപങ്ങളും സകല നിയമങ്ങളും, എനിക്ക് വിപരീതമായി നിന്ന സകല കയ്യെഴുത്തു പ്രതികളും അവനെടുത്തു മാറ്റി. ക്രൂശിലെ തിരുരക്തം കൊണ്ട് അവൻ എനിക്ക് എൻ്റെ വിപരീതമായി നിന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചുകൊണ്ട് അവൻ എൻ്റെ ശത്രുത മാറ്റി എനിക്കായി ഒരു സ്വർഗം തുറന്നു തന്നിരിക്കുന്നു. എത്ര പേർക്ക് ഈ ആശ്വാസമുണ്ട്? എത്ര പേർക്ക് ഈ സന്തോഷമുണ്ട്? ലോകത്തിന് നൽകാൻ കഴിയാത്ത, യാതൊരു മനുഷ്യനും നൽകാൻ കഴിയാത്ത, യാതൊരു വിശ്വാസത്തിന് നൽകാൻ കഴിയാത്ത, യേശുവിന് മാത്രം നൽകാൻ കഴിവുള്ള ആ വലിയ അനുഗ്രഹത്തെ നോക്കിക്കൊണ്ട്, ശത്രുതയെ മാറ്റി അനുഗ്രഹത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകളെ കടച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് പാടാം. ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. എന്നേശുൻ സംഗീതം, എന്നേശുയൻ സംഗീതം എൻ ബലമാകുന്നു. എനിക്ക് വിപരീതമായ കയ്യെഴുത്ത്, എനിക്കു വിപരീതമായ
വിപരീതം ആയ കയ്യെടുത്തു തൻ ക്രൂശിൻ തീരൂരക്തം മായിച്ചു കളഞ്ഞു ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. കർത്താവേ, എൻ്റെ സംഗീതമായ ദൈവമേ, എൻ്റെ ശ്രേഷ്ഠമായ ദൈവ സാന്നിധ്യമേ, ഇന്ന് ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. കർത്താവേ, നീ അല്ലാതെ എനിക്കൊരു ആശ്വാസമില്ല, നീ അല്ലാതെ എനിക്കൊരു ജീവനില്ല, നിന്റെ മാർവിലല്ലാതെ എനിക്കൊരു വിശ്രമമില്ല. യേശുവിനോട് ചേർന്ന് നിന്ന യോഹന്നാന് ഒരു കാര്യം മനസ്സിലായി. ലോകത്തിന്റെ ഓട്ടങ്ങളോ ലോകത്തിന്റെ വ്യാപാരങ്ങളോ ആകുലതയോ എല്ലാം മറക്കുന്ന ഒരു മാർവിടം അവന് നൽകപ്പെട്ടു. യേശു എന്ന ഏക മാർവിടം അവന് നൽകപ്പെട്ടു. ഈ ലോകത്തിന്റെ മറ്റെല്ലാ ആശ്വാസങ്ങളെക്കാൾ, മറ്റെല്ലാ വാക്കുകളെക്കാൾ ഏറ്റവും ഉന്നതമായ ഒരു ആശ്വാസം നൽകുന്ന യേശുവിന്റെ മാർവിടത്തെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ യോഹന്നാൻ തന്റെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഇങ്ങനെ എഴുതി: സ്നേഹം, സ്നേഹം, സ്നേഹം. അവന്റെ സാന്നിധ്യം സ്നേഹം, അവന്റെ വാക്കുകൾ സ്നേഹം, അവന്റെ പ്രവർത്തികൾ സ്നേഹം, അവന്റെ എല്ലാം 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 സ്നേഹമാണ് എന്ന് യോഹന്നാൻ എഴുതി വെച്ചു. എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? കർത്താവേ, നിന്റെ ആശ്വാസമാകുന്ന സ്നേഹം എൻ്റെ മേൽ കടക്കണമേ, എൻ്റെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ മാത്രമാണ് ആശ്രയം. ദൈവമേ, എന്നിലേക്ക് കടന്നു വരണം യേശുവേ. കർത്താവേ, നിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ, നിന്റെ വിശുദ്ധി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ കർത്താവേ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ടൈം ലിമിറ്റ് ഇല്ലാതെ, അല്ലേ? രാവിലെ 8 മണി മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, വീണ്ടും വൈകിട്ട് 8 മണി മുതൽ രാത്രി 12 മണി വരെ, ഏകദേശം 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 11 മണിക്കൂറിലധികം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരുന്നു. 21 ദിവസം ദൈവത്തോടു കൂടെ ആയിരുന്ന അനേക വ്യക്തികൾ ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ട്. എത്ര പേർക്ക് അതിൻ്റെ സന്തോഷമുണ്ട്? 21 ദിവസം എൻ്റെ യേശുവിനോട് കൂടെ ആയിരുന്നത് ഏറ്റവും വലിയൊരു സന്തോഷവും ഏറ്റവും വലിയ അനുഗ്രഹവുമായി ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. 40 ദിവസം മലമുകളിൽ കർത്താവിനോട് സംസാരിച്ച്
ദൈവത്തിൻ്റെ മുൻപിലായിരുന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അവൻ്റെ കൈയെഴുത്ത് വാങ്ങി തിരിച്ചു വന്ന മോശ. അവൻ്റെ കൈയെഴുത്ത് വാങ്ങി തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്ന മോശയെ നമ്മൾ കാണുകയാണ്. എന്നാൽ 40 ദിവസം അവിടെ ആയിരുന്നു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ മുൻപിലായിരുന്നു, എല്ലാം ഓക്കെ. പക്ഷെ താഴെ ഇറങ്ങി വരുന്ന കാണുന്ന കാഴ്ച ഇതാണ്. തൻ്റെ ദൈവത്തിൻ്റെ വൻ കരത്താൽ, വൻ പ്രവൃത്തിയാൽ ഇതാ ദൈവം ചെങ്കടലിനെ പിളർത്തി, ജോർദാനെ മാറ്റി, ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളിലൂടെ കടത്തിക്കൊണ്ടുവന്ന ദൈവജനം ഇതാ പാപത്തിന്റെ ചെളിക്കുഴിയിൽ ഇതാ വിഗ്രഹത്തെ ഉണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയാണ് തങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത. മോശയുടെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം സങ്കടമായിരിക്കും മോശയ്ക്ക് ഉണ്ടാകുക. ജനം പറഞ്ഞ കാരണം ഇതാണ്, ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ച ആ മനുഷ്യനെ കാണുന്നില്ല, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ തരിക, ഞങ്ങളെ നയിക്കാൻ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് തരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനു മുൻപ് 10 മഹാമാരി അയച്ച് ആ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാ പ്രതികൂലങ്ങളെ മാറ്റി ദൈവം വിടുവിച്ച് ദൈവം നടത്തിയത് ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യൻ മറക്കുക. ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യൻ മറന്നു പോവുക. ഈ 21 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചേർന്നിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളും ലോകത്തിൻ്റെ പ്രതിസന്ധികളും നമുക്ക് ദൈവത്തെ മറക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പലതും വരും. അവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുവാൻ അങ്ങെപ്പോലെ ഒരു ദൈവം വേറെ ഇല്ല, അങ്ങല്ലാതെ വേറെ ഒരു ആശ്രയമില്ല. എനിക്ക് ചാരുവാൻ പ്രാണപ്രിയ നീ മാത്രമേ ഉള്ളൂ, നീയല്ലാതെ ഒരു ആശ്രയമില്ല, നീയല്ലാതെ ഒരു മാർവില്ല എന്ന് വിശ്വാസത്തോടെ, വലിയ കോലാഹലങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് ആരാധിക്കാൻ പറ്റണം. അതായത് കീബോർഡിന്റെ ശബ്ദമോ മറ്റ് ഒരു പ്രൊമോട്ടറുടെ സാന്നിധ്യമോ ഇതൊന്നുമില്ലെങ്കിലും ഈ വരികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. അവിടെ യഥാർത്ഥ ആരാധകൻ പുറത്തു വരത്തുള്ളൂ. യഥാർത്ഥ ഒരു വർഷിപ്പുകാരൻ പുറത്തു വരുന്നത് അവിടെയാ. എനിക്ക് എൻ്റെ ആശ്രയം മോശയില്ലെങ്കിലും കുഴപ്പമില്ല, അഹറോനില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവെ ആരില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. മോശയല്ല ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പിക്കുന്നത്, പകരം എൻ്റെ മേൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സാന്നിധ്യമാ, അല്ലാതെ ലോകത്തിന്റെ യാതൊന്നുമല്ല എൻ്റെ ദൈവത്തോട് ചേർത്തിരുത്തുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. 40 ദിവസം അവനെ കാണാതെ വന്നപ്പോ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ തരിക എന്ന് പറഞ്ഞ മനുഷ്യരെ പോലെ ആകരുത്, പകരം ഏക സത്യ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നീയാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. പ്രാണപ്രിയ, ഞാൻ നിന്നിൽ ചാരുന്നു. കണ്ണുകളടച്ചുകൊണ്ട് അങ്ങിൽ മാത്രം ചാരും പ്രാണം പ്രിയനേ, അങ്ങു മാത്രമാണ് സർവ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും യേശുവേ, അങ്ങേയ്ക്കാരാധന, ആരാധന, അങ്ങേയ്ക്കാരാധന. യേശുവേ, അങ്ങേയ്ക്കാരാധന. കരങ്ങളെ വീശിക്കൊണ്ട് ദൈവമേ, നീ മാത്രമാണ് ആശ്രയം. ദൈവമേ, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് വീശിക്കൊണ്ട്
സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പൂർണ്ണമായ ദൈവത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. നിന്റെ ഹിതം പോലെ എന്നെ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി എന്നെ മുറ്റുമായി എല്ലാവരും കരമുയർത്തി നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ വെച്ച് സമർപ്പിച്ച് നിന്റെ വചനത്താൽ എന്നെ കഴുകണം യേശുവേ. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. നിന്റെ ശുദ്ധാത്മാവിനാൽ യേശുവേ എന്നെ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. എന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന യേശുവേ, അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന യേശുവേ, അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന യേശുവേ, അങ്ങേക്കാരാധന. ആത്മാവിൽ നിറഞ്ഞ് ആരാധന അങ്ങേക്കാരാധന. ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ അനുഭവിച്ചുകൊണ്ട് യേശുവേ കടന്നു വരണമേ. ആരാധന അങ്ങേക്കാരാധന യേശുവേ, അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന യേശുവേ, അങ്ങേക്കാരാധന. നിന്റെ വഴികളിൽ ഞാൻ നടക്കുവാനായി കർത്താവേ, നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരുവാൻ ദൈവമേ എന്റെ മുൻപിൽ നീ നടക്കണമേ. കർത്താവേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ഒരു ആവശ്യത്തിന് ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപേ ഞങ്ങളെ തേടിയെത്തുന്ന, ഞങ്ങളെ പാടി വിളിക്കുന്ന ഒരു ദൈവസ്നേഹം, ആ ദൈവസ്നേഹം ഞങ്ങൾക്ക് ചുറ്റും കർത്താവേ, ഈ പ്രാർത്ഥനയിൽ മാത്രമല്ല, പ്രാർത്ഥന തീരുമ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോഴും കർത്താവേ, ഞങ്ങൾ ഏതോ നിമിഷത്തിലായിരുന്നാലും കർത്താവേ, ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും ആ നിമിഷങ്ങളിലെല്ലാം എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് വഴികളിൽ എന്റെ പാദങ്ങൾക്ക് വെളുക്കും, എന്റെ പാതയ്ക്ക് പ്രകാശവുമായി ഒരു വഴികാട്ടിയായി കർത്താവെ എന്നെ നയിക്കണം. കർത്താവെ, എന്റെ വിശ്വാസം കുറഞ്ഞു പോകാനുള്ളതല്ല, എന്റെ വിശ്വാസം മരവിച്ചു പോകാനുള്ളതല്ല, എന്റെ വിശ്വാസം ഒരു ആത്മാവിനും ഒരു അന്ധകാര ശക്തിക്കും തട്ടിയെടുക്കാനുള്ളതല്ല. എന്റെ ക്രിസ്തുവിൽ ബലം പ്രാപിച്ച് അവനോട് കൂടെ ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ഇതാ ഞാനും ഉയർപ്പിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവേ എന്റെ വിശ്വാസത്തെ അവിടുന്ന് ബലപ്പെടുത്തണം. കർത്താവേ, എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവേ, എന്നെ വഴി നടത്തണമേ. വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നടത്തേണമേ. വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ
നമ്മുടെ വഴികളെ ഓർത്തുകൊണ്ട് വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നടത്തണമേ ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന കരങ്ങളെ വീശിക്കൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന 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 യേശുവെ ആരാധിക്കുന്നു, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ മാത്രമാണ് ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള ഏക മാർഗവും ഏക വഴിയും സത്യവും ജീവനുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.